നമസ്കാരം. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. മുത്തശ്ശി കഥകളെ പോലും തോൽപ്പിക്കുന്ന വിധം ഒറ്റക്കയ്യൻ ഗോവിന്ദചാമി അതിവിദഗ്ധമായി 8-10 മാസം കൊണ്ട് ചെയ്ത ജയിൽ ചാട്ടം കൊച്ചുകുട്ടികളെ പോലും അതിശയിപ്പിക്കുന്ന തിരക്കഥയാണ്. 2 കൈയും 2 കാലുമുള്ള നല്ല ആരോഗ്യവാനായ ഒരാൾക്ക് പോലും മറ്റൊരാളുടെ സഹായത്തോടെ പോലും എളുപ്പമല്ലാത്ത തരത്തിലുള്ള ഒരു കഥയാണ് പുറത്തു വന്നിരിക്കുന്നത്. 4ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയുള്ള ജോർജ് കുട്ടിയൊക്കെ ഇതിനു മുന്നിൽ എന്ത് എന്ന് തോന്നിപ്പോകും പലതും കേട്ടാൽ. എന്നു കരുതി പാറേപ്പള്ളിയിൽ ധാനം കൂടാൻ പോയ കഥയൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല മലയാളികളെന്ന് പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇതിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയരുന്നതിനിടയിലാണ് PV അൻവറിന്റെ കൃത്യമായ നിരീക്ഷണം പുറത്തു വന്നിരിക്കുന്നത്. ക്രിമിനൽ കുറ്റവാളി ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുബുദ്ധിയാണെന്ന് മുൻ MLA PV അൻവർ ആരോപിച്ചു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദനിൽ നിന്ന് ചർച്ച മാറ്റാനാണ് ജയിൽ ചാട്ടം നടത്തിയതെന്ന് അദ്ദേഹം ആരോപിച്ചു. 5 ഗോവിന്ദചാമി വിചാരിച്ചാലും ഇങ്ങനെയൊരു ജയിൽ ചാട്ടം പ്രായോഗികമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജയിൽ ചാട്ടത്തിന്റെ ഡെമോ കാണിച്ചായിരുന്നു PV അൻവറിന്റെ വിശദീകരണം. 1000 ആക്സോ ബ്ലേഡ് ഉണ്ടെങ്കിൽ ഇരുമ്പ് കമ്പി മുറിക്കാൻ പറ്റില്ല എന്നാണ് ഈ ജോലി ചെയ്യുന്നവർ പറയുന്നതെന്നും ഇനി മുറിച്ചാൽ ഒരു വ്യക്തിക്ക് മാത്രം അത് വളയ്ക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ അൻവർ 3 ഡ്രം മട്ടിക്ക് വെച്ചാലും കെട്ടിയ തുണിയിലേക്ക് പറന്നു പിടിക്കേണ്ടി വരുമെന്നും അത് സാധ്യമല്ല എന്നും പറഞ്ഞു. ഇതൊക്കെ സംഭവിച്ചെന്ന് വെച്ചാലും ഇത്രയും റിസ്ക് എടുത്ത് ചാടുന്നത് രക്ഷപ്പെട്ട് നാടുവിടാനാണ്. എത്രയും പെട്ടെന്ന് പരിസരത്ത് നിന്ന് ഓടി രക്ഷപ്പെടാനാണ് ശ്രമിക്കുക. അതിന് ഗോവിന്ദചാമി ശ്രമിച്ചിട്ടില്ല. അതിലേ പോയ ഒരു പാണ്ടി വണ്ടിക്കും കൈ കാണിച്ചിട്ടില്ല. CCTVയിൽ സുഖമായി നടന്നു പോകുന്നതാണ് കാണുന്നത് എന്നും അൻവർ കൂട്ടിച്ചേർത്തു. അരമണിക്കൂർ നടന്നാൽ റെയിൽവേ ട്രാക്കിലെത്തുമെന്നും ഇതെല്ലാം സുപരിചിതമായ ഗോവിന്ദചാമി 10 മണി വരെ ജയിലിന്റെ പരിസരത്ത് ഒളിച്ചു നിന്നെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കുമെന്നും PV അൻവർ ചോദിച്ചു. ഈ പറയുന്ന ഒന്നും ജയിലിൽ നടന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാധ്യമപ്രവർത്തകരെ തെളിവെടുപ്പ് നടത്തുമ്പോൾ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കാറുണ്ടെന്നും എന്നാൽ ഗോവിന്ദചാമിയുടെ തെളിവെടുപ്പിന് അത് അനുവദിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ജയിൽ ഉദ്യോഗസ്ഥർ തന്നെ ഗോവിന്ദചാമിയെ പുറത്തു കൊണ്ടുപോയി വിട്ടതാണെന്നും ജയിൽ ഉദ്യോഗസ്ഥരുടെ വാഹനത്തിൽ ഗോവിന്ദചാമിയെ പുറത്തു കൊണ്ടുവരുന്നു. ജയിൽ പരിസരത്ത് നിന്ന് വിട്ടുപോകാതിരിക്കാൻ നിർദ്ദേശം നൽകുന്നു. 10 മണിക്ക് ശേഷം അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. എന്നിങ്ങനെയാണ് നാടകത്തിന്റെ കഥ എന്നാണ് അൻവർ പറയുന്നത്. ഒരു ഗോവിന്ദചാമിക്ക് ജയിൽ ചാട്ടം സാധ്യമല്ല എന്നും 5 ഗോവിന്ദചാമിമാർ നടത്തിയാലും ജയിൽ ചാട്ടം പറ്റില്ല എന്നും PV അൻവർ തറപ്പിച്ചു പറഞ്ഞു. VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട ചർച്ച രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്നും മാറ്റാനുള്ള പദ്ധതിയാണ് ജയിൽ ചാട്ടമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ട് ഗോവിന്ദചാമി എന്നും എന്തുകൊണ്ട് മലയാളി പ്രതിയെ ഉപയോഗിച്ചില്ല എന്നും അദ്ദേഹം ചോദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യം അന്വേഷിക്കണമെന്നും ഗോവിന്ദചാമി എങ്ങനെയാണ് ഈ പ്രവൃത്തി നടത്തിയതെന്നും മുഖ്യമന്ത്രി അറിയിക്കണമെന്നും PV അൻവർ ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരം ഒരു വിലാപയാത്ര നടന്നത് എന്നും എന്തുകൊണ്ടാണ് VSനെ കേരള ജനത ഈ രീതിയിൽ സ്നേഹിച്ചതെന്ന ചർച്ച വന്നതോടെ VS എടുത്ത നിലപാടുകൾ ചർച്ചയായി. ആ VSനെ തരം താഴ്ത്താൻ പിണറായി വിഭാഗം നടത്തിയ തരംതാണ പ്രവർത്തികൾ ചർച്ചയായി. ക്യാപിറ്റൽ പണിഷ്മെന്റ് ചർച്ചയായി. ആ ചർച്ച അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരായ ADGP MR അജിത് കുമാറിന്റെയും P ശശിയുടെയും തലയിൽ ഉദിച്ച കുബുദ്ധിയാണ് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടമെന്ന് കടുത്ത ഭാഷയിൽ PV അൻവർ പ്രതികരിച്ചു. തിരക്കഥ എഴുതിയത് ആരായാലും ഇത് കഥ മാത്രമാണ് എന്ന് ആർക്കും ഒന്നിരുത്തി ചിന്തിച്ചാൽ ഒരു സംശയവുമില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച